ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് തിരുവചനത്തിൽ നിന്നൊരു വാക്ക് നമുക്ക് കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ്ലിഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:3 നമുക്ക് കേൾക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം അനുഗ്രഹിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ ഒരു ദൈവ പൈതലിൻ്റെ മേലെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുന്നു. നമ്മൾ ഭൂമിയിലുള്ളതിനെയല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളതിനെ ചിന്തിക്കണം. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സകലതും നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി തരണേ എന്ന് നമ്മൾ പറയേണ്ട, തന്നു കഴിഞ്ഞതിന് ദൈവത്തോട് നന്ദി പറയുക. ഭൂമിയിലുള്ളതല്ല നിറച്ചിരിക്കുന്നത്, ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ സ്വർഗത്തിലുള്ളത് എന്നും നിലനിൽക്കുന്നതാണ്. ആ അനുഗ്രഹത്താലാണ് നമ്മളെ ക്രിസ്തു യേശുവിലൂടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്കിന്ന് ഭൂമിയിൽ വരുന്ന ഓരോ നിന്ദകളും പരിഹാസങ്ങളെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് വിലപിക്കാതെ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾ നിന്റെ മേലെ വ്യാപരിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ദൈവം ക്രിസ്തു യേശുവിലൂടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിനി ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും ഓർക്കരുത്. കരയാനുള്ള സമയം കഴിഞ്ഞു, വിലപിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇവിടെ അനുഗ്രഹം നമ്മുടെ അടുത്താണുള്ളത്. വിളിക്കപ്പെട്ട മക്കൾക്കാണ് ഈ അനുഗ്രഹമുള്ളത്. അപ്പോൾ നമ്മൾ പിറകോട്ട് നോക്കാതെ മുൻപോട്ട് നോക്കുമ്പോൾ കർത്താവിൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കർത്താവിലൂടെ പിതാവായ ദൈവം നമ്മുടെ മേലെ വ്യാപരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി രാത്രി ഏതാണ് പകലേതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വരും. രാത്രിയൊക്കെ നമുക്ക് പകലായിട്ടാണ് തോന്നുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ നീ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞ് വിലപിച്ച് ശത്രുക്കൾ നമ്മളെ കണ്ട് സന്തോഷിക്കുക തന്നെ. ഇതിനി ഇങ്ങനെ തന്നെ പോവാ. ഇങ്ങനെ പോവാനല്ല നിങ്ങളെ എന്നെ വിളിച്ചത്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ശക്തിയോടുകൂടെ എഴുന്നേൽക്ക്, മുന്നോട്ട് വയ്ക്ക്. കർത്താവിൻ്റെ ശക്തി നിന്റെ മേലെയാണുള്ളത്. നിന്നെ കുറിച്ചിട്ടാണ് ദൈവത്തിന് പദ്ധതിയുള്ളത്. ആ പദ്ധതി സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം നിന്റെ മേലെയാണ് നിറച്ചിരിക്കുന്നത്. നിന്നിലൂടെ അനേക മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു വാക്കും കൂടെ നമുക്ക് കേൾക്കാം. 1:19 നമുക്ക് കേൾക്കാം. 1:19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. ഇത് വിശ്വാസമില്ലാത്ത മക്കളെ കുറിച്ചല്ല പറയുന്നത്. വിശ്വസിക്കുന്ന നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, ഉയരത്തിലുള്ള ശക്തി, വിശ്വസിക്കുന്ന നിങ്ങളുടെ മേലെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച്. ആരാണ് ക്രിസ്തുവിൽ വ്യാപരിച്ചത്? യേശു കർത്താവ് ക്രിസ്തുവിലാണ് വ്യാപരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തിരുത്തുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ ദൈവം ക്രിസ്തുവിൽ ഉയർപ്പിച്ചു, ക്രിസ്തുവിൽ വ്യാപരിച്ച്. ഹല്ലേലൂയ. അവനെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിൽ വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച്. ഹല്ലേലൂയ. ഉയർപ്പിക്കുകയും എന്നിട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു, ഇരുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇനി യേശുക്രിസ്തുവിൻ്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടെ മേലെയല്ലേ ഉള്ളത്. പിന്നെ ഇനി കരയോ? ഇനി കരയേണ്ട സമയമല്ല. കരഞ്ഞൊക്കെ കഴിഞ്ഞു. പരീക്ഷകളെല്ലാം ജയിച്ചു കഴിഞ്ഞു.
ഓരോ പരീക്ഷകളും നിന്നെ ഉയർത്താനുള്ളതായിരുന്നു. ചെറിയ പരീക്ഷകൾ, വലിയ പരീക്ഷകളിൽ അബ്രഹാമിനെ നോക്കാം, എത്ര വലിയ പരീക്ഷയാണ് ദൈവം അവൻ്റെ മേലെ വെച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ ഓരോ പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ പരീക്ഷയിൽ നമ്മൾ പാസ്സാകണം. ഹല്ലേലൂയ. ഒരു പരീക്ഷ എഴുതി പാസ്സാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളിൽ നിന്ന് നമ്മൾ ഓരോ ദിവസം തോറും ആ പരീക്ഷയിൽ വിജയിച്ച് ഞാൻ പാസ്സായി എന്ന് നമ്മൾ കരുതണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുത്തുമ്പോൾ ഞാനും നിങ്ങളും വലതുഭാഗത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. സ്വർഗത്തിലാണ് നിന്നെ അനുഗ്രഹിക്കാൻ ആത്മീയ അനുഗ്രഹങ്ങളുള്ളത്, ഭൂമിയിലെ അനുഗ്രഹമല്ല. ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം മാറിപ്പോകും. അന്ത്യം വരെ ഞാൻ നിങ്ങളെ നോക്കും, നിങ്ങൾക്കെല്ലാ ആവശ്യങ്ങളും ചെയ്തു തരും പറഞ്ഞത് ഭൂമിയിലുള്ള ജനങ്ങളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് പറഞ്ഞത്. ക്രിസ്തു യേശുവിൽ നമ്മളത് വിശ്വസിക്കണം അല്ലേ. എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതം അല്ലേ. ഓരോ പരീക്ഷകളിലും പാസ്സായി 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 അവസാനം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേലെ വ്യാപരിച്ചു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, ഇത് വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു ആരാധനയ്ക്ക് പോയി പാട്ട് പാടി അങ്ങനല്ല, വിശ്വസിക്കണം. യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ്, അവൻ എന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഞാൻ മരിച്ചവളായിരുന്നു, എൻ്റെ ആത്മാവ് മരണപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു. അവിടെ ഓരോ പരീക്ഷകൾ വരുമ്പോഴും ഞാൻ വീണു പോകാതെ എന്നെ കാത്തു പരിപാലിച്ചത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേലെ കാണിച്ചു തരാനായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തിയിട്ട് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മേലെ അത്യന്തം മീതെ തന്നെ ഇനി ഭൂമിയിൽ കാണുന്ന സകല നാമം അല്ലെ, ആ നാമത്തിൻ്റെ അത്യന്തം മേലെ ഏത് നാമം? യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം യേശു ക്രിസ്തു അറിയാതെ ഒരു അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കിട്ടത്തില്ല. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ താഴെയുള്ളതല്ല അന്വേഷിക്കേണ്ടത്, മുകളിലുള്ളത് അന്വേഷിക്കണം. കാര്യം കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഹല്ലേലൂയ. അതേ ബൈബിളിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും മരിച്ചവരെ നമ്മെ യേശുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല ദൈവമക്കളെ. നമ്മുടെ ജനനം മുതലേ നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ അതിക്രമങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം, ആ പാപത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഇന്ന് ലോകത്ത് ഒരു അപ്പനും അമ്മയും ഒരു മക്കളും സഹോദരി സഹോദരന്മാരും സ്നേഹിക്കാത്തൊരു സ്നേഹമാണ് വിളിച്ച ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടും മടക്കണം. അഹന്തയുടെ വർത്താനം നമ്മൾ പറയരുത്. അഹന്തയുള്ളവരെ ദൈവത്തിന് വേണ്ട. നീ നിന്നെ തന്നെ താഴ്ത്ത്. ആരും നിന്നെക്കുറിച്ച് ദോഷമായി പറയട്ടെ, ദോഷമായി പറയുന്നവർക്ക് നീ മറുപടി കൊടുക്കാൻ പോകരുത്. അവരുടെ കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആ കാര്യം അന്വേഷിക്കാനും ആ കാര്യത്തിൻ്റെ പ്രശ്നത്തിലേക്ക് പോകാനുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. അപ്പം ഈ പരീക്ഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ഈ പരീക്ഷകളിലെല്ലാം പാസ്സായി. ഇനി നമുക്ക് തോൽവിയില്ല, ജയം മാത്രമേ ഉള്ളൂ. സന്തോഷിക്കണം, നമ്മൾ തുള്ളിച്ചാടണം. ഇന്നലെ വരെയുള്ളതല്ല, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങൾ സംഭവിച്ചു. എന്നെ വിളിച്ചത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇപ്പോൾ ദിനംതോറും വഴി നടത്തുന്നത്. അതുകൊണ്ട് താഴെയുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കാനാണ് ദൈവത്തിന് ആഗ്രഹം. ഹല്ലേലൂയ.
എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഇനി നമ്മൾ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ ശരീരമാകുന്ന മൺകൂടരത്തിലാണുള്ളത്. അതിക്രമങ്ങളാലും പാപത്തിലും അതിക്രമങ്ങളാലും മരിച്ചവരായ നമ്മളെ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. ഇനി നമ്മൾ ദൈവത്തിൻ്റെത് അന്വേഷിക്കണം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ അഭിഷേകം. ഈ അഭിഷേകത്തിലൂടെയാണ് ദൈവം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത്. നമ്മൾ ദൈവത്തിന് നിന്നു കൊടുക്കാത്ത കാലത്തോളം ദൈവത്തിന് നമ്മളെ പണിയാൻ പറ്റത്തില്ല. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധി ദൈവനാമത്തെ ഉയർത്തണം. ഇവിടെ പറയുന്നത് നോക്കണം, കരുണാസമ്പന്നനായ ദൈവമേ, നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്ത അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്തെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാലാണ് നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ ഓരോരുത്തരും കൃപയാ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ കാരണമല്ല, നിങ്ങൾ ചെയ്ത നന്മകളല്ല, അത് ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്നു മാത്രമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. പകൽ സുവിശേഷം, രാത്രി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേലെ പൂർത്തീകരിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്, നമ്മൾ ഇഷ്ടത്തിനല്ല ജീവിക്കേണ്ടത്. ഇവിടെ പറയുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായിരിക്കുന്നു. പണ്ട് നമ്മൾ ദൂരത്തിലായിരുന്നു, പിശാച് നമ്മളെ പിറകോട്ട് വലിച്ചതായിരുന്നു. എത്ര കാലം പിശാച് നമ്മളെ പിറകോട്ട് വലിക്കും അല്ലേ? അവൻ തോറ്റവനാണ്, തോറ്റവനാണ് പിശാച്. നമ്മൾ തോറ്റവൻ്റെ മകളല്ല, ജയിച്ചവൻ്റെ മകളാണ്. അപ്പോൾ ഒരിക്കൽ തോറ്റ് പിന്നെ ഉയർത്തെഴുന്നേറ്റു അല്ലെ? ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ തോൽവി വന്നു, ഇപ്പോൾ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. കാരണം പിതാവിൻ്റെ വലതുഭാഗത്താണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. ഒന്നിനൊരു മുട്ടും ഉണ്ടാകത്തില്ല. മനുഷ്യനെ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. നിനക്ക് വേണ്ട സകല നന്മകളും ദൈവം തരും. നിന്നെ ആരൊക്കെ താഴ്ത്തി കെട്ടിക്കഴിഞ്ഞോ, നിന്നെ ആരൊക്കെ തളർത്തിയോ, നിന്നെ ആരൊക്കെ അസഭ്യ വാക്കുകൾ പറഞ്ഞോ, നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതം പോലും തകർക്കുവാൻ നിന്റെ കുടുംബത്തിൽ കടന്നു വന്നോ, നീ ഭാരപ്പെടേണ്ട. ഒരിക്കൽ ദൈവം അവർക്ക് ആ സത്യത്തെ തിരിച്ചറിവ് കൊടുക്കും. അവർക്ക് നമ്മളുടെ കുടുംബജീവിതം പോലും തകർക്കാൻ പിശാച് നോക്കേന്നെ. ഹല്ലേലൂയ. പക്ഷേ അവിടെ കരയരുത്. ഇനി കരയാനുള്ളതല്ല, ഇനി ചിരിക്കുക, സന്തോഷിക്കുക. ക്രിസ്തു യേശുവിനുള്ള അനുഗ്രഹം എൻ്റെ മേലെയാണ് ദൈവം തന്നത്. ഹല്ലേലൂയ. തിരുഹിത പ്രസാദപ്രകാരം എങ്ങനെയാണ്? തിരുഹിത പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ മക്കളായി ദത്തെടുത്തു. ഹല്ലേലൂയ. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ മക്കളായി ദത്തെടുത്തു. അതുകൊണ്ടാണ് നമ്മൾക്ക് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നമ്മളോടത് ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുക. നമ്മുടെ ആത്മാവിൻ്റെ വേദനയ്ക്ക് മരുന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ മാനസിക അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ തളർന്നു പോയി നമ്മൾ കിടന്ന് ദൈവവുമായിട്ട് യാതൊരു ബന്ധം നമുക്കുണ്ടാകുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് നിന്റെ മരുന്ന് യേശു ആകണം. അവനാണ് നിന്റെ സൗഖ്യദായകൻ. നിനക്കൊരു ഭാരം വന്നോ, ഒരു പ്രയാസം വന്നോ, ഒരു നിന്ദ വന്നോ, നീ അറിയാത്തത്, നീ ചെയ്യാത്തത്, നീ പ്രവർത്തിക്കാത്തത്, നിന്നെക്കുറിച്ച് ആരെങ്കിലും ദോഷമായിട്ട് പറഞ്ഞോ, അതിന് ചെവി കൊടുക്കരുത്. അതിന് ചെവി കൊടുത്താൽ ഈ പരീക്ഷയിൽ നമുക്ക് ജയമില്ല, നമുക്ക് തോൽവിയാണ് വരുന്നത്. കാര്യം വിളിച്ചവൻ നമ്മളെ കരം പിടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട് ഇനി നീ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. നിന്റെ ജീവിതത്തിൽ സർവ്വതും സന്തോഷമുള്ളതാക്കി തരേണ്ട ദൈവം. നിന്നെ ദൈവം അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. അവൻ്റെ കൃപ നിന്റെ മേലെയുണ്ട്. നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇനി താഴെയുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ. ആ ദൈവം നമ്മളെ ക്രിസ്തു യേശുവിലൂടെ അനുഗ്രഹിച്ചതുപോലെ, ക്രിസ്തു യേശുവിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, അതുപോലെ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും കരഞ്ഞു വിലപിക്കരുത് ദൈവമക്കളെ. കരയാനുള്ള സമയമല്ല, കരയാനുള്ള സമയം കഴിഞ്ഞു. നീ തോറ്റുപോയി. ഇപ്പോൾ നീ വിജയിച്ചു. വചനത്തിലൂടെ, ദൈവശബ്ദത്തിലൂടെ, നിന്നെ വിളിച്ച വിളിയിലൂടെ ഇനി നിനക്ക് ജയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും കരയേണ്ട. കരയേണ്ടവരവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ വളർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിക്ക്, അവിടുത്തെ അഭിഷേകം നിന്നിൽ കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സാധാരണ ഒരു കൂട്ടുകാരെ പോലെയല്ല, അവരിൽ അധികമായാണ് നിന്നെ അഭിഷേകം ചെയ്തത്. പ്രിയ മക്കളെ എന്ന് വിളിക്കാൻ ദൈവം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. ഇനി ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത് ദൈവം മക്കളെ. പരീക്ഷയിൽ നീ പാസ്സായതാണ്. ഇനി നീ പിറകോട്ട് നോക്കരുത്. എൻ്റെ കർത്താവ് വിളിച്ചവനാണ്. അവൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ പദ്ധതികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത്. സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്ക്. നൃത്തത്തോടുകൂടെ ദൈവത്തെ ആരാധിക്ക്. ആ അരുമനാഥൻ്റെ വാക്ക് നീ കേൾക്ക്. നിനക്കിനി തോൽവിയില്ല. ആരൊക്കെ നിന്റെ കുടുംബജീവിതത്തിൽ കയറി നിന്നെ തോൽപ്പിക്കാൻ നോക്കിയോ, അവരുടെ മുൻപിലാണ് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നീ തോറ്റുപോകാൻ, നീ തോറ്റ് കരഞ്ഞ് നിലവിളിച്ച് നിനക്കൊന്നും ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ ഇതെല്ലാം കേട്ടൊരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവം നിന്നെ വിളിച്ചത് താഴ്ത്താനല്ല, തളർത്താനല്ല. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേലെ വ്യാപരിച്ച് ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവായ ദൈവം ആ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയത് നീ കരയാനല്ല, സന്തോഷിക്കാനാണ്. ഹല്ലേലൂയ. നമുക്കൊരു 4 വരി പാട്ട് കേൾക്കാം. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ യേശു അടിച്ചാലും യേശു എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതോ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതോ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നിന്റെ കയ്യിൽ മാത്രമേ ഈ ദുഃഖത്തിൻ്റെ പാനപാത്രം തരാൻ പറ്റത്തുള്ളൂ. ഈ ദുഃഖത്തിൻ്റെ പാനപാത്രം നിന്റെ കയ്യിൽ തന്നത് ഈ പരീക്ഷയിലും നീ പാസ്സാകാനാണ്. ഇത് വേറൊരാളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. സാധാരണ ഒരാൾക്കാരുടെ കയ്യിൽ കൊടുക്കുന്നതല്ല ഈ ദുഃഖത്തിൻ്റെ പാത്രം. ഈ ദുഃഖത്തിൻ്റെ പാത്രം നിന്റെ കയ്യിൽ തന്നാൽ മാത്രമേ ഈ പരീക്ഷയിൽ നീ പാസ്സാകത്തുള്ളൂ. ചില സമയങ്ങളിൽ യേശു ഓരോ അടി നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമ്മളെ ഇഷ്ടമില്ലായിട്ടല്ല, ദൈവത്തിന് നമ്മളോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർപ്പിച്ച ദൈവമേ, ഇനി ഒരിക്കലും ഈ വചനം കേട്ട ഒരു മക്കളും കരയാൻ ഇടവരല്ലേ കർത്താവേ. ദൈവത്തെ തുള്ളിച്ചാടി ആരാധിച്ച് ഈ കേൾക്കുന്ന ഓരോ മക്കളും ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ കർത്താവേ. ഇനി അവർക്കറിയാൻ ഇടവരല്ലേ അപ്പ. പിശാച് അവരുടെ കുടുംബത്തിൽ കയറി ആ കുടുംബം, സന്തോഷമുള്ള ഓരോ കുടുംബങ്ങളെ പിശാച് കയറി ആ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നു കർത്താവേ. അന്ന് ദൈവം പറയുന്നു, നീ നശിക്കത്തില്ല, നീ താഴത്തില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
നീ നശിക്കണം, നിന്റെ കുടുംബം തകരണം. നിന്റെ കുടുംബത്തിൽ ദൈവം തന്ന സകല സന്തോഷങ്ങളും ഇല്ലാണ്ടാക്കാൻ പിശാച് നോക്കുമ്പോൾ, പിശാച് നോക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നമുക്ക് നടത്തിത്തരും. അപ്പാ നന്ദി അപ്പാ. ഈ കേട്ട വചനം മൂലം ഞങ്ങളൊരു അനുഗ്രഹമുള്ള മക്കളായി തീരട്ടപ്പ. ഒരുപാട് കണ്ണുനീരിൽ ഓരോ കുടുംബങ്ങൾ താഴ്ന്നു പോകുന്നപ്പ. അവരെ കരം പിടിച്ചുയർത്തി അവർ ഒരു ദൈവനാമ മഹത്വത്തിനായി തീരട്ടപ്പ. ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹം അവരനുഭവിക്കട്ടപ്പ. പിശാചിൻ്റെ സകല തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വീട്ടുപോകട്ടെ. എല്ലാ ആസക്തികൾ അഴിഞ്ഞു പോകട്ടെ. പിശാചിൻ്റെ സകല തന്ത്രങ്ങളും അവൻ്റെ സകല ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. തലമുറകളുടെ മേലെ കെട്ടിവെച്ച കെട്ടുകൾ അഴിയട്ടെ. തലമുറകൾക്ക് കുടുംബത്തിൽ സന്തോഷിക്കാൻ പറ്റാതെ, തലമുറകൾ ഒരു പ്രാന്തന്മാരെ പോലെ അലഞ്ഞു തിരിപ്പിക്കാൻ ദുഷ്ടന തലമുറകളെ തോട്ടിട്ടുണ്ടെങ്കിൽ ഇലിന്ന കെട്ടുകൾ അഴിയുന്നൊരു ദിവസമായി തീരട്ടെ. നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം ദൈവജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്വർഗമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങ് എടുക്കണമേ ദൈവമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേ ആമേ ആമേ. നന്ദി അപ്പ. സ്തോത്രം. ഹല്ലേലൂയ.